ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസായ നാഗപ്പാറ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മൾ ചാലപ്പള്ളി കഴിഞ്ഞ് നാഗപ്പാറ എന്ന സ്ഥലത്ത് വന്ന അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് വരാൻ നമ്മളിപ്പം ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലത്ത് വന്നിറങ്ങി. ഇതിപ്പം ഈ വഴി അകത്തോട്ടുണ്ട്, അത് വേറെ എങ്ങോട്ടോ, ഇത് ഇങ്ങോട്ട് വേറൊരു വഴി. ശരിക്കും നമ്മുടെ പാറയിലോട്ട് പോകുന്ന വഴി കാണണേൽ ഈ മൂട്ട വഴി കൂടാണ്, ഈ വഴി കൂടാണ് പോകേണ്ടത്. ഇവിടെ വന്നാൽ മനോഹരമായ സ്ഥലങ്ങളും ഗ്രാമീണ അന്തരീക്ഷങ്ങളുമാണ്. തെങ്ങ്, എന്തൊക്കെയോ ഒരു മരം, വലിയ വലിയ കാടുകൾ പോലെയാണ് ഇവിടെ. കാടാണ് ഇവിടെ കരിയമ്പ്ലാവ് വനസംരക്ഷണ സമിതി, കാട്ടുതീ തടയുന്നു, സുരക്ഷിത ഭവ്യത്വം, കേരള വന്യജീവി വകുപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് നാഗപ്പാറ എന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പാറ കാണാൻ വേണ്ടി പോവാം. ഒരു അന്തരീക്ഷം മേഘാവൃതമാണ്. വലിയ മരങ്ങളുടെ വേരുകളും ഒക്കെയാണ് വഴിയിൽ മുഴുവൻ. ഈ വഴിയിൽ കൂടെ ഒക്കെ വേണം നമുക്ക് ടൂറിസ്റ്റ് പ്ലേസായ നാഗപ്പാറയിലേക്ക് വരാം. ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയണ്ട, കാരണം ഇവിടെ ഞായറാഴ്ചകളിലൊക്കെ സാധാരണ പിള്ളേരൊക്കെ വരുന്നതാണ്. ഇപ്പൊന്നും ആരുമില്ല. എന്തായാലും വഴി അടിപൊളിയാണ്. ഉണ്ട് വലിയ വലിയ മരം. ഇവിടെയൊക്കെ വന്നൊന്ന് കാണേണ്ടതാണ്. പിന്നെ വല്ല ആനയോ പുലിയോ എല്ലാം കണ്ടു. ഉണ്ടോ? ആടാനാന്ന് തോന്നുന്നു. ഒരു വലിയൊരു വേര് പോലത്തെ എന്തൊക്കെയോ ഇതിൽ നിന്നുണ്ടായതാണ്, മരത്തിൻ്റെയാണ്. സ്ഥലം എത്തിയിരിക്കുകയാണ്. ഫാമിലിയായിട്ട് വരാനും ഓരോരുത്തർക്ക് കുട്ടികൾക്കായാലും വരുവാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഒന്നിനും പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ് ഇവിടെ വരാൻ. എൻ്റെ സമയദോഷത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. ഇതാണ് നമ്മൾ ഉദ്ദേശം. എല്ലാം അറിഞ്ഞും വന്ന മനോഹരമായ സ്ഥലം. ഇതേ ഒരു ഭീമൻ കല്ല്, ഇത് വഴിയാണ് പോകുന്നത്. ഇതിലൂടെ പിന്നെ മനോഹരമായ പാറകളും എല്ലാം ഉണ്ട്. ഒരു ഭീമൻ പാറ. ഒക്കെ മല കാണുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വരുന്നത് അത്രയ്ക്ക് സുരക്ഷിതമല്ല ഇവിടെ. ഞാൻ തന്നെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര പാറകളെല്ലാം താഴോട്ട് അങ്ങറ്റത്തെ എന്ന ഇല്ല കുഴിയാൻ തോന്നുന്നു. ഇതാണ് നമ്മളിപ്പോൾ വന്ന് നിന്ന സ്ഥലം. ആ മണ്ടക്കിഴമ്പുകളിലാണ് നിന്നത്. ഈ പാറ കുറേ ഉണ്ട്,
താഴോട്ടുണ്ട്. നമ്മൾ താഴോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, പറയണ്ടല്ലോ. പാറയിലൊക്കെ ഓരോ ഡിസൈനും ഓരോരുത്തരുടെ എല്ലാം ഉണ്ട്. വലിയ വലിയ കാടും മലയൊക്കെയാണ്. ആന, പുലി, ഒട്ടകം അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് കരുതേണ്ട സ്ഥലമാണ്, പ്രത്യേകിച്ച് റാന്നി. മരം താഴോട്ടും പാറ തന്നെയാണ്, വലിയൊരു പാറയാണിത്. മുകളോട്ട്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരിക, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്തേക്കണേ.